അതെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി പരിപ്പ് കറിയായിട്ടാണ്. പരിപ്പ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പം നല്ല കുഴുകുഴാന്നിരിക്കുന്ന കുറുകിയ ചാറോട് കൂടിയിട്ട് വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവറായിട്ട് ഒരു ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഈ ബട്ടർ റൈസിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഓർഡർ ചെയ്യുന്നൊരു കറിയില്ലേ, അങ്ങനെ ഒരു പരിപ്പ് കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് കണ്ടാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതായത് ഗ്രീൻ ഗ്രാം എന്നും മൂങ് ദാൽ എന്നും ഒക്കെ പറയുന്ന നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ്, അത് സ്പ്ലിറ്റ് ആയാലും കുഴപ്പമില്ല, മുഴുവനോടെ ആണെങ്കിലും കുഴപ്പമില്ല. അതിനെന്ത് ചെയ്യുക, നന്നായിട്ട് കഴുകി വാരിയിട്ട് 2 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം അതിനോട്ട് ആവശ്യത്തിന് ഉപ്പ്, നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിനനുസരിച്ച് വേണം കേട്ടോ, ഉപ്പ് ഇട്ട് കുക്കറിലോട്ട് അടച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കുക. 2 വിസിൽ കുക്കറിൽ വരുമ്പോഴത്തേക്കും സംഭവം സെറ്റാണ് കേട്ടോ. ഇനി ഒരു കടായി വെച്ച് കൊടുക്കുകയാണ്. അതിലോട്ട് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമ്മുടെ ജീരകം ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിക്കോളും കേട്ടോ. പിന്നെ ഒരു 6 അല്ലി ചെറിയുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് മൂക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇവിടെ 2 പച്ചമുളക് ഞാനതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മളെടുക്കുന്ന പരിപ്പിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് അതിലോട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവോള അത് നന്നായിട്ട് സോട്ട് ചെയ്യാനിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഒരു ബ്രൗൺ കളർ വരുന്നോടം വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി തന്നെ കേട്ടോ 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് റോസ്മിലേക്ക് ഒന്ന് മാറി കഴിയുമ്പം ഒരു തക്കാളി കുറച്ചുകൂടെ ചെറുതായാലും കുഴപ്പമില്ല അരിയുന്നത്, അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ നല്ല മഷി പോലെ വഴറ്റി കൊടുക്കുക. ശേഷം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ ഭയങ്കര കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു രീതിയിൽ ചാറാക്കി എടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്നതിനെക്കാട്ടി അങ്ങനെ വെക്കരുത് കേട്ടോ. ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി, ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയില താണ്ട് ഞാൻ വാരി വിതറുന്നുണ്ട്. ഇനി ഇതിലൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഒരു കടായി വെച്ചു, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ, ഒരു 5-6 വെളുത്തുള്ളി അത്രയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ വരുമ്പം ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.